അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, 45-ാം അധ്യായം സൂറത്ത് ജാസിയ തുടരുകയാണ്. 27 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പാരായണം എല്ലാവരും ആദ്യമേ കേൾക്കുക. بسم الله الرحمن الرحيم ولله ملك السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون وترى كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون फिर से पढ़ें. किताबी हल, फिर से सुने इसको गौर से. कुल्ल उम्मतिन तुदआ इला किताबिहा اليوم تجزون ما كنتم تعملون. هذا كتابنا ينطق عليكم بالحق بالحق إنا كنا نستنسخ ما كنتم تعملون. തൊട്ടു മുമ്പുള്ള ഏതാനും ആയത്തുകളിലൂടെ അള്ളാഹു ഓർമ്മിപ്പിച്ചു, അള്ളാഹു നിങ്ങളെയൊക്കെ ആദ്യമായി സൃഷ്ടിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ജീവൻ നൽകി. അള്ളാഹു പിന്നീട് നിങ്ങളെ മരിപ്പിച്ചു. പിന്നെ നിങ്ങളെ അവൻ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും എന്നുള്ള കാര്യം പ്രതിപാദിക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള ന്യായവാദങ്ങളും അള്ളാഹു നിരത്തി. ഒന്നാം തവണ സൃഷ്ടിച്ചവനാണ് പടച്ചറബ്, സർവ്വതിൻ്റെയും അധികാരം അവൻ്റെ കയ്യിലാണ് എന്ന് ഒരുപാട് ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തി. ആകാശങ്ങളെ സംവിധാനിച്ചതും ഭൂമിയെ സംവിധാനിച്ചതും മനുഷ്യ സൃഷ്ടിയെ സംവിധാനിച്ചതും ജീവജാലങ്ങളെ സംവിധാനിച്ചതും വായുവിനെയും വെള്ളത്തെയും കാറ്റിനെയും കടലിനെയും കപ്പലിനെയും ഒക്കെ സംവിധാനിച്ചതും അതിന് സഞ്ചരിക്കാനും മറ്റും ആവശ്യമായ രൂപത്തിൽ പ്രപഞ്ചത്തെ പടച്ചറബ് ഒരുക്കിയതുമെല്ലാം വിശദീകരിച്ചിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. നിങ്ങളെ അള്ളാഹു ജീവിപ്പിക്കുന്നു, നിങ്ങളെ മരിപ്പിക്കും, നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ഇപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കഴിവുള്ള ആ പടച്ചറബ് നിങ്ങൾക്ക് മനുഷ്യർക്ക് ഒന്നാം തവണ ജീവൻ നൽകി സൃഷ്ടിച്ച അള്ളാഹു, ആ അള്ളാഹു അവന് രണ്ടാമതൊരിക്കൽ കൂടെ നിങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒന്നാം തവണ സൃഷ്ടിച്ചെങ്കിൽ രണ്ടാം തവണ അത് അതിനേക്കാളും എളുപ്പമായിരിക്കും. അങ്ങനെയല്ലേ? ആദ്യമായി ചെയ്യുന്ന പ്രയാസം രണ്ടാമതുണ്ടാവില്ല. അതെ, ഒന്നാം തവണ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ആ അള്ളാഹുവിന് രണ്ടാമതൊരിക്കൽ കൂടെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, ജീവൻ നൽകുക, സൃഷ്ടി നൽകുക എന്നത് പ്രശ്നമല്ല. അത് ഓർമ്മിപ്പിച്ചു പടച്ചറബ്. തുടർന്ന് 27-ാമത്തെ ആയത്തിൽ ഒന്നുകൂടെ ഇത് അള്ളാഹു ഉറപ്പിച്ച് പറയുകയാണ്.
വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള് വയൗമ തഖൂമുസ് സാഅതു യൗമഇദിൻ യഖ്സറുൽ മുബ്തിലൂൻ. വലില്ലാഹി അല്ലാഹുവിനാകുന്നു മുൽക്കുസ് സമാവാതി ആകാശങ്ങളുടെ അധികാരം. മുൽക്ക് അധികാരം, രാജാധികാരം, ആധിപത്യം എന്നൊക്കെ പറയാം. അപ്പോൾ അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെ ആധിപത്യം അഥവാ അതിൻ്റെ അധികാരം. വൽ അർളി ഭൂമിയുടെയും അധികാരം അവന് തന്നെ. വയോമ തഖൂമു സാഅത്തു വയോമ ആ ദിവസം, തഖൂമു നിലനിൽക്കുന്ന ദിവസം, അസ്സാഅത്തു ആ അന്ത്യദിനം നിലനിൽക്കുന്ന ദിവസം അഥവാ ആ ഖിയാമത്ത് നാള്, ആ ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാള്, എല്ലാം തരിപ്പണമാകുന്ന നാള് ഉണ്ടല്ലോ, ആ അന്ത്യദിനം, ആ അന്ത്യഘട്ടം, അവസാനത്തെ ഘട്ടം, ആ ദിവസം നിലനിൽക്കുമ്പോൾ, അന്നത്തെ ആ ദിവസത്തിൽ യൗമ ഇദിൻ അന്ന് യഖ്സറു നഷ്ടമടയുന്നതാണ്, നഷ്ടപ്പെടുന്നതാണ്. അൽ മുബ്തിലൂൻ വ്യർത്ഥവാദികൾ, അസത്യവാദികൾ അന്ന് അവിടെ പരാജയപ്പെടുന്നതാണ്, അഥവാ അവരുടെ എല്ലാ കാര്യവും നഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു ആയത്തിൽ ഓർമ്മപ്പെടുത്തിയതാ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടെ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുമെന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് അള്ള പറയുന്നതാണ്, സർവ്വ അധികാരവും അള്ളാഹുവിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ. അതുകൊണ്ട് ഇനി പറയാനുള്ളത്, അന്ത്യദിനം നിലനിൽക്കുന്ന ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന ഒരു ദിവസമുണ്ട്. അന്നായിരിക്കും ഇവിടെ അസത്യവാദികൾ, പലതരത്തിലുള്ള അസത്യം പ്രചരിപ്പിച്ച ആൾക്കാർ, പലതരത്തിലുള്ള അസത്യത്തിന്റെ പിന്നാലെ പോയവർ, പല ദുർവ്യാഖ്യാനങ്ങളും നടത്തി മതത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയവർ, തെറ്റിച്ച് കളഞ്ഞവർ, അങ്ങനെയുള്ള മുബുത്തലീങ്ങളായ ബാത്തിലിന്റെ പിന്നാലെ പോയവർ, അതാണ് മുബുത്തലീങ്ങൾ എന്ന് പറഞ്ഞാൽ. ബാത്തിൽ പറഞ്ഞാൽ വ്യർത്ഥമായത്, ഇല്ലാത്തത്, അസത്യമായത്, തെറ്റായത്. അങ്ങനെയുള്ള ബാത്തിലിന്റെ, അധർമ്മത്തിന്റെ, അസത്യത്തിന്റെ, തിന്മയുടെ അതിന്റെ പിന്നാലെ പോയ ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ ജീവിതം മുഴുവനും നഷ്ടമായിരുന്നു എന്ന് അന്നേ ദിവസം, എന്ന് ഖിയാമത്ത് നാളിൽ അന്നവർക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. അതാ പറഞ്ഞത്, യഖ്സറുൽ മുബ്തിലൂൻ വ്യർത്ഥവാദികൾക്ക് അന്ന് സർവവും പരാജയമായിരിക്കും, നഷ്ടമായിരിക്കും വരാനിരിക്കുന്നത്. അപ്പോ അന്ത്യദിനം സംഭവിക്കുമ്പോൾ അന്ന് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാത്തവർക്ക് വരുന്ന നഷ്ടങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് 28-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, 28-ാമത്തെ ആയത്ത്, وترى كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون ما كنتم تعملون. വതറ നിനക്ക് കാണുകയും ചെയ്യാം, തറ നീ കണ്ടു, നീ കാണുന്നു, കുല്ല എല്ലാ ഉമ്മത്തിൻ സമൂഹവും, എല്ലാ സമുദായത്തെയും നിനക്ക് കാണാം, ജാസിയത്തൻ മുട്ടുകുത്തിയതായ നിലയിൽ നിനക്ക് കാണാം, കുല്ലു ഉമ്മത്തിൻ എല്ലാ സമുദായത്വം, കുല്ല് എല്ലാ ഉമ്മത്ത് സമുദായം, അപ്പൊ കുല്ലു ഉമ്മത്തിൻ എല്ലാ സമുദായവും, അവർ വിളിക്കപ്പെടും അഥവാ അവരെ വിളിക്കും, ഇലാ കിതാബിഹ അവരുടെ രേഖയിലേക്ക്, അവരുടെ കിതാബ് ഗ്രന്ഥത്തിലേക്ക് അവർ വിളിക്കപ്പെടും. അൽയൗമ ഇന്ന്, അള്ളാഹുവിന്റെ മറുപടി അവിടെ സംസാരം ഉണ്ടാവും, അറിയിപ്പുണ്ടാവും. അൽയൗമ ഇന്ന്, തുജ്സൗന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ്, മാ കുന്തും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, മാ കുന്തും നിങ്ങളായിരുന്നത്, തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ പ്രതിഫലം ഇന്നേ ദിവസം നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ് എന്ന് ആ ഖിയാമത്ത് നാളിൽ അറിയിപ്പുമുണ്ടാകും. ഈ ആയത്തിലുള്ള ഓർമ്മപ്പെടുത്തുന്നതേ, എല്ലാ സമുദായവും, എല്ലാ സമൂഹവും എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിച്ചു വീണിട്ടുള്ള സർവ്വ മനുഷ്യരും, അത് പല സമൂഹങ്ങളുണ്ട്, പല പ്രവാചകന്മാരുടെ സമൂഹങ്ങളുണ്ട്, പല രാജ്യക്കാരുണ്ട്, പല ഗോത്രങ്ങളുണ്ട്, പല കുടുംബ വിഭാഗങ്ങളുണ്ട്, പല ഭാഷക്കാര്, പല ദേശക്കാര്, അങ്ങനെ തുടങ്ങി പലരുമുണ്ട്. അങ്ങനെയാണല്ലോ ലോകം, വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളായ ലോകര് മുഴുവനും, എല്ലാ സമുദായത്തിലെ ജനങ്ങളും, എല്ലാ പ്രവാചകന്മാരുടെ ജനതയും എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നതായി നിനക്ക് കാണാം. ഇവിടെ ജാസിയത്ത് എന്ന പദം വളരെ അർത്ഥവത്തായ പദ. രണ്ട് കാൽമുട്ടുകൾ നിലത്ത് തട്ടിച്ചുകൊണ്ട്, പിന്നെ കാലിന്റെ വിരലുകളും മാത്രം നിലത്ത് തട്ടിക്കൊണ്ട്
നിൽക്കുന്ന ഒരവസ്ഥക്കാണ് ഈ ജാസിയത്ത് എന്ന് പറയാം. ആകെ ശരീരത്തിൽ നിന്ന് മണ്ണിൽ തട്ടുന്നത്, നിലത്ത് തട്ടുന്നത് രണ്ട് കാൽമുട്ടും ആ കാലിന്റെ നിലത്ത് തട്ടാവുന്ന വിരലുകളും മാത്രം. എത്ര സമയം അങ്ങനെ നിൽക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1-2-3 മിനിറ്റൊക്കെ നമുക്ക് നിൽക്കാം. പക്ഷെ ദീർഘകാലം അള്ളാഹു നിശ്ചയിച്ച സമയം അത്രയും കാലം ഇതേ അവസ്ഥയിൽ നിൽക്കുകയാണ് മനുഷ്യർ ഓരോരുത്തരും. ഒരക്ഷരം സംസാരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ മഹ്ശറയിൽ എല്ലാ ജനങ്ങളും മുട്ടുകുത്തി നിൽക്കുകയാണ്. സത്യവിശ്വാസികൾക്ക് അള്ളാഹു പ്രത്യേകമായ പരിരക്ഷ നൽകും. പ്രത്യേകമായ ഒരു സൗകര്യം അവിടെ അള്ളാഹു നൽകിക്കൊടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പരലോകത്തുള്ള നൃത്തവും വിചാരണയുമൊക്കെ ഒരു സുന്നത്ത് നമസ്കാരം, ഒരു നമസ്കാരം, ഒരു പ്രാവശ്യത്തെ നമസ്കാരം നിർവഹിച്ച ഒരു പ്രതീതി മാത്രമേ അവർക്കുണ്ടാവുകയുള്ളൂ. ഒരു പറയത്തക്ക ക്ഷീണമോ തളർച്ചയോ ഒന്നും അവരെ ബാധിക്കില്ല. എന്നാലും ക്ഷീണമുണ്ട്, ദാഹമുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും ആപേക്ഷികമായി ഒരു പ്രാവശ്യം നമസ്കരിച്ചിട്ടുള്ള അത്രയുള്ള ഒരു വിഷമമേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതേസമയത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന നിഷേധികളായ ആൾക്കാർ, അടിക്കടി ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അത് അല്ലദീന കഫറു, നിഷേധികളായ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ, ഏത് ആരാധനാപരമായ ഏകത്വത്തെ അതിനെ നിഷേധിച്ച് തള്ളുന്നവരായ ആൾക്കാർ, അള്ളാഹു ഇല്ല എന്ന് പറയല്ല, നിഷേധിക്കുകയല്ല, അള്ളാഹുവിന്റെ ഏകത്വം ആരാധനാ കാര്യങ്ങളിൽ അള്ളാഹുവിന് സമർപ്പിക്കാതെ അത് അംഗീകരിക്കാതെ മറ്റു പലർക്കും നൽകിക്കൊണ്ടിരിക്കുന്നവർ, അവരാണ് നിഷേധികൾ. കാഫിറുകൾ എന്ന് പറയുന്നത് അവരെ പറ്റിയാണ്. മറ്റത് ദൈവനിഷേധികളാ, പടച്ചോൻ തന്നെ ഇല്ല എന്ന് പറയുന്നത്, അത് മുൽഹിദുകളാ. ഇത് കാഫിറുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും ആരാധനയിൽ അള്ളാഹുവോടൊപ്പം മറ്റു പലതിനെ പങ്കു ചേർക്കുകയും ചെയ്യുന്നവരാണ്. അത് പങ്കു ചേർക്കുന്നു എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി, ഓമന വാക്കുകൾ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. പങ്കു ചേർക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക, അത് ശിർക്കല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ശിർക്ക് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് ഓമന പേരിട്ടാലും ശിർക്കല്ലാതാവില്ല. അപ്പൊ അത്തരത്തിലുള്ള നിഷേധികൾ എന്താ പറയുന്നത്, അവർക്ക് അന്ന് സർവവും നഷ്ടമായിരിക്കുന്നു 27-ാമത്തെ ആയത്തിൽ ഉറപ്പെടുത്തി. 28-ാമത്തെ ആയത്തിൽ പറയുന്നത് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. തുടർന്നുള്ള പറയാണ് അതേ ആയത്തിൽ, തുടർന്നുള്ള പറയാണ് കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ, എല്ലാ സമുദായത്തെയും അവയുടെ രേഖയിലേക്ക് ക്ഷണിക്കപ്പെടും. എല്ലാവരോടും പറയുമെന്ന, നിങ്ങളുടെ രേഖ ഇതാ, നിങ്ങളുടെ കിതാബ് ഇതാ, വാങ്ങിക്കൊള്ളുക എന്ന അറിയിപ്പുണ്ടാകും. ഉടനെ തന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ രേഖ എത്തിച്ചേരുന്നതാണ്, എല്ലാവരും തയ്യാറായി നിന്നുകൊള്ളുക എന്ന അറിയിപ്പുണ്ടാവും അവിടെ. അതാണ് കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ, എല്ലാ സമുദായവും അതിന്റെ രേഖയിലേക്ക്, അതിന്റെ ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ദിവസം അന്ന് അല്യൗം, എന്നിട്ട് അവിടെയുള്ള അറിയിപ്പാണ് അല്യൗമ തുജ്സൗന മാ കുന്തും തഅമലൂൻ, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തൊക്കെയായിരുന്നോ പ്രവർത്തിച്ചിരുന്നത് അതിന്റെ പ്രതിഫലം ഇതാ, ഒരൽപ്പം പോലും കുറവ് വരുത്താതെ ഇതാ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. പ്രതിഫലം വാങ്ങാൻ കാത്തിരുന്നു കൊള്ളുക. അതിന്റെ സാക്ഷി, അതിന്റെ തെളിവ്, അതിന്റെ രേഖ എന്ന നിലക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട്, നിങ്ങളുടെ സാക്ഷ്യപത്രമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ഇതാ ഉടനെ എത്തിച്ചേരുന്നതാണ്. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പോകുമ്പോൾ തെളിവ് കൊടുക്കണമല്ലോ, ഹാജരാക്കണമല്ലോ, അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഒരു റേഷൻ പീടികയിൽ പോയിട്ട് അരി വാങ്ങാൻ പോകണമെങ്കിൽ റേഷൻ കാർഡ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിന്റെ നമ്പറെങ്കിലും പറഞ്ഞു കൊടുക്കണം. നമ്മൾ തന്നെയാണ് അതിന്റെ അധികാരി, നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്, അവകാശി ഞാൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി, അല്ലേ? ഇപ്പൊ വിരലും വെച്ച് കൊടുക്കണം, സ്കാൻ ചെയ്യണം ആള് മാറിയിട്ടുണ്ടോന്ന്. അതെ, രേഖ, പ്രതിഫലം ലഭിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തന രേഖയായ കിതാബിത നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. എല്ലാവരും ഒരുങ്ങി നിന്നുകൊള്ളുക, ആ രേഖ സ്വീകരിക്കുക. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്യോമ, പിന്നെ ഇന്ന് ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകാൻ പോവുകയാണ് എന്ന അറിയിപ്പുണ്ടാവുകയാണ്. ഖിയാമത്ത് നാളിലെ ഭയപ്പാടുകളെ സംബന്ധിച്ചാണ് ഏതാനും ആയത്തുകളിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. 29-ാം ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ നമുക്ക് നോക്കാം. ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. അള്ളാഹുവിന്റെ അറിയിപ്പാണ്. ഹാദാ, ഇത്, കിതാബുന, നമ്മുടെ രേഖയാണ്, അഥവാ നാം നൽകുന്ന രേഖയാണ്. യന്തിഖു, അത് സംസാരിക്കുന്നു, ആ രേഖ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം തുറന്നു കാട്ടുന്നു എന്നർത്ഥം. അത് വ്യക്തമാക്കി തരുന്നു എന്ന്, അല്ലാതെ കിതാബ് ഇങ്ങനെ സംസാരിക്കും എന്ന അർത്ഥത്തിലല്ല. ആ രേഖ നിങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ ആ രേഖ തന്നെ മതി നിങ്ങൾക്ക് തെളിവായിട്ട്, എല്ലാ കാര്യം അതിലുണ്ടല്ലോ
യന്തിഖു അലൈക്കും, നിങ്ങളോടത് സംസാരിക്കും, ബിൽ ഹഖി, ന്യായപ്രകാരം അത് സംസാരിക്കും, മുറപ്രകാരം, സത്യമായിട്ട്. എന്താണോ നിങ്ങൾ ചെയ്തത് അതെല്ലാം വ്യക്തമായിട്ട് അതിലുണ്ടായിരിക്കും എന്നർത്ഥം. ഇന്നാ, തീർച്ചയായും നാം, കുന്നാ, നമ്മളായിരുന്നു, നസ്തൻസിഹു, പകർത്തെടുക്കുകയായിരുന്നു, നസ്തൻസിഹു, പകർത്തിയെടുക്കുകയായിരുന്നു, മാ കുന്തും, നിങ്ങൾ, തഅമലൂൻ, നിങ്ങൾ ചെയ്തിരുന്നത്, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, മാ കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരുന്നത്, ആയിക്കൊണ്ടിരുന്നത്, തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നു, അങ്ങനത്തെ അവസ്ഥയിൽ നിങ്ങൾ ആയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെല്ലാം നാം പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട വചനമാണ്. എന്താ അള്ളാഹ് പറയുന്നത്? ഇതാ നമ്മുടെ രേഖ. മേലെ ആയത്തിൽ പറഞ്ഞത് നിങ്ങളുടെ കിതാബ് എന്നാ, ഇലാ കിതാബിഹ, അവരുടെ, ആ സമൂഹത്തിന്റെ, ആ ഓരോ വ്യക്തിയുടെയും രേഖ. 29-ാം ആയത്തിൽ പറയുന്നു നമ്മുടെ രേഖ. എന്താ രണ്ടും തമ്മിൽ? ഒരേ കിതാബിനെ പറ്റി, ഒരേ രേഖയെ സംബന്ധിച്ചാണ് 28-ാം ആയത്തിൽ ആ സമൂഹത്തിന്റെ രേഖ എന്നും 29-ാമത്തെ ആയത്തിൽ നമ്മുടെ രേഖ എന്നും പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും എങ്ങനെ യോജിക്കോ? അവരുടെ രേഖയുമാണ് നമ്മുടെ രേഖയുമാണ് എന്ന് പറഞ്ഞാൽ, അവരുടെ രേഖ എന്ന് 28-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ആ ജനതയിലെ മനുഷ്യർ ഓരോരുത്തരും, ആ ജനത പറഞ്ഞ എല്ലാവരും, മനുഷ്യർ ഓരോരുത്തരും ചെയ്തു വെച്ചിട്ടുള്ള അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ രേഖ, അതുകൊണ്ട് അവരുടെ രേഖയാണ്. അല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ രേഖ നമ്മുടേതില്ലേ? എൻ്റെ കാര്യങ്ങളൊക്കെയും രേഖപ്പെടുത്തി വെച്ച ഡയറി, അതെൻ്റെ ഡയറി അല്ലേ? അതേ സമയത്ത് ആ ഡയറി വേറൊരാൾ എനിക്ക് തന്നതാണെങ്കിൽ വേണമെങ്കിൽ അയാൾ എനിക്ക് തന്ന ഡയറി എന്ന നിലക്ക് അയാളുടെ ഡയറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എഴുതിയതൊക്കെ എൻ്റെ അടുത്താണ്, ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ നിങ്ങളോ അവരോരോ, ആ ജനങ്ങൾ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് എന്ന അർത്ഥത്തിൽ അവരുടെ കിതാബ് എന്നും, നാം എന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കുകളോട് എഴുതിയെടുക്കാൻ വേണ്ടി കൽപ്പിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം രേഖപ്പെടുത്തപ്പെട്ട രേഖയാണ്, കിതാബാണ്, ഗ്രന്ഥമാണ് ഇത് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ രേഖ എന്നും പറയുന്നു. രണ്ടും ഒന്ന് തന്നെ. അള്ളാഹുവാണ് ഇത് രേഖപ്പെടുത്താൻ മലക്കുകളോട് കൽപ്പിച്ചത്, അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ രേഖ. മനുഷ്യർ ചെയ്ത കർമ്മങ്ങളാണ് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് മനുഷ്യരുടെ രേഖ. രണ്ടും പറയാവുന്നതാണ്. അപ്പോ ആ രേഖ എന്താ പറഞ്ഞതല്ല? ഈ കിതാബ്, ഈ ഗ്രന്ഥം നിങ്ങളോട് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും മുറപ്രകാരം വളരെ വ്യക്തമായിട്ട് സത്യസന്ധമായിട്ട് സംസാരിക്കും. എല്ലാ രേഖ അതിലുണ്ട്, ഒന്നും പോവില്ല, ഒന്നും വിട്ടു കളഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാം കൃത്യമായിട്ട്, ചെറുതാകട്ടെ വലുതാകട്ടെ. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നും തന്നെ അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ല. അങ്ങനത്തെ രേഖ. ഏത് ഇരുട്ടിൽ ചെയ്ത കർമ്മങ്ങളും അതിലുണ്ട്, തെളിഞ്ഞു കാണുന്നു. ആരും കാണാതെ കൂരിരുട്ടിൽ ചെയ്ത തെറ്റായ കർമ്മങ്ങളുണ്ടല്ലോ, അതതാ അതിൽ വളരെ നല്ല വെളിച്ചത്തിൽ കാണുന്നു. അത് നമ്മൾ ആലോചിച്ച് നോക്ക്. എല്ലാം രേഖപ്പെട്ട ഗ്രന്ഥം. എന്നിട്ട് പടച്ചോൻ പറഞ്ഞത് എന്താ? ഇന്നാ കുന്നാ നസ്തൻസിഹു, നാം പകർത്തെടുക്കുന്നുണ്ടായിരുന്നു, അഥവാ പകർത്തി രേഖപ്പെടുത്തിക്കൊള്ളാൻ നാം മലക്കുകളോട് കൽപ്പിച്ചിരുന്നു. അതിനുള്ള സംവിധാനം നിങ്ങളുടെ ശരീരത്തിൽ നാം ചെയ്തിരുന്നു എന്നർത്ഥം. ബിമാകുന്തും തഅമലൂൻ, നിങ്ങളോ ചെയ്തത് എന്തൊക്കെയാണ് എല്ലാം അവിടെ പകർത്തി വെച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല കേട്ടോ, ഒന്നും വിട്ടുപോയിട്ടില്ല. ഒരു ചെറിയൊരു വാക്ക് പോലും, ഒരു അക്ഷരം പോലും അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. നമ്മൾ ഓരോരുത്തരും പറഞ്ഞ ഒരു ഛേ എന്ന വാക്ക് വിട്ടുപോയിട്ടില്ല, ആ എന്ന അക്ഷരം വിട്ടുപോയിട്ടില്ല. മുമ്പോട്ട് വെച്ചൊരു കാലടി വിട്ടുപോയിട്ടില്ല, പിന്നോട്ട് വെച്ചൊരു കാലടി വിട്ടുപോയിട്ടില്ല. അന്യന്റെ നേരെ ചൂണ്ടിയ വിരല്, അതിന്റെ ചിത്രം അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യം വിട്ടുപോയിട്ടില്ല. പുഞ്ചിരിക്കുന്ന മുഖവുമായി പിന്നിൽ ഒളിപ്പിച്ച കത്തിയുമായി ശത്രുവിന്റെ നേരെ പോയ ഓരോ ചലനങ്ങളും അതിൽ വളരെ വ്യക്തമായുണ്ട്. ഒന്നും രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ല. അതെ, എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന കാര്യം ഒരു ഗ്രന്ഥം, ഒരു മഹാഗ്രന്ഥം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. സത്യവാന്മാർക്കാണെങ്കിൽ സ്വർഗാവകാശികൾക്ക് വലത്തെ കയ്യിലും നരകാവകാശികൾക്ക് ഇടത്തെ കയ്യിൽ പിൻഭാഗത്തു കൂടിയും നൽകപ്പെടുന്ന ഗ്രന്ഥം. അതാരാ കൊണ്ടു കൊടുക്കുക? ഇത്രയും ആൾക്കാർക്ക്, കോടാനുകോടി മനുഷ്യന്മാർക്ക്, നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര കോടാനുകോടി മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്കും അവരുടെ രേഖ ആരാ കൊണ്ടുപോയി കൊടുക്കുന്നത്? അതൊക്കെ വളരെ എളുപ്പമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും സമയത്തിന്റെ ആവശ്യമില്ല, പ്രഖ്യാപനമുണ്ടായാൽ മതി. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രേഖ നിങ്ങളുടെ കൈകളിൽ പറന്നെത്തുന്നതാണ് എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്ന നിമിഷം എല്ലാവരുടെയും കൈകളിൽ രേഖ എത്തുകയാണ്. രേഖയെത്തുക, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതിങ്ങനെ പറന്നു വരുമെന്ന. ആകാശത്തിലൂടെ ഞൊടിയിടയിൽ, സെക്കൻഡുകളിൽ, നാനോ സെക്കൻഡുകൾക്കിടയിൽ പറന്നെത്തും. ഓരോരുത്തരുടെയും കൈകളിൽ അത് പറന്നെത്തും.
ഓരോരുത്തർക്കും തിരിച്ചറിയും എൻ്റെ രേഖ, എൻ്റെ കിതാബ് ഏതാണ് എന്ന്. അവൻ്റെ കിതാബ് തന്നെ അവൻ്റെ കൈ കൊണ്ട് അവൻ വാങ്ങും. ആർക്കും മാറിപ്പോവില്ല. ഒരാളുടെയും കിതാബ് അങ്ങൊന്നും മാറിപ്പോകില്ല. ഒരാളുടെ രേഖ മറ്റൊരാൾക്ക് എത്തില്ല. എൻ്റെ രേഖയല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിൽ വരില്ല, എനിക്ക് പിടിക്കേണ്ടി വരില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും എൻ്റെ രേഖയല്ലാതെ മറ്റൊരു രേഖയും എൻ്റെ കയ്യിലിട്ട് വരികയുമില്ല, അത് കിട്ടുകയുമില്ല. ഓരോരുത്തർക്കും അവനവൻ്റെ രേഖ കൃത്യമായിട്ട് സെക്കൻഡുകളെ കൊണ്ട് എല്ലാവരുടെയും കൈകളിലെത്തും. എന്നിട്ടാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ആലോചിച്ചോളൂ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ശബ്ദം കേൾക്കുന്നവര് നല്ലപോലെ ആലോചിച്ചോളൂ. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്, ഇഖ്റ കിതാബക, നിന്റെ രേഖ നീ വായിച്ചു കൊള്ളുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്നെ വിചാരണ ചെയ്യാൻ നിന്റെ രേഖ തന്നെ നിനക്ക് മതിയാവുന്നതാണ്. നിനക്കറിയാം, അത് നോക്കിക്കോ. അത് നോക്കിയാൽ നിനക്കറിയാം നീ എവിടേക്കാണ് പോകാനിരിക്കുന്നത് എന്നെല്ലാം അതിലുണ്ട് കേട്ടോ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ അറിയിപ്പാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു വല്ലാത്തൊരു രേഖയാണത്. ആ സമയത്താണ് വേണ്ട നരകത്തിൽ പോകേണ്ടവർ ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവർ പറയുന്നത്, പടച്ചവനെ, ഈ കിതാബ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇത് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നത്, എന്റെ വിചാരണ എന്താകുമെന്ന് എനിക്ക് അറിയാതിരുന്നാൽ മതിയായിരുന്നു, അങ്ങനൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഇഹലോക ജീവിതത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആ മരണം, ദുനിയാവിൽ വെച്ച് ഞാൻ മരിച്ച ആ മരണം, അതെന്നേക്കുമായുള്ള അവസാനമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചവനെ എന്നൊക്കെ ഖേദിക്കുന്ന ഒരു ഭയാനകമായ ദിവസമാണ് ആ രേഖ ലഭിക്കുന്ന ആ ദിവസം എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ഒരു സംശയം, എല്ലാ കാര്യങ്ങളും അങ്ങനെ രേഖപ്പെടുത്താൻ കഴിയുമോ? എങ്കിൽ അതിന് എത്രമാത്രം പേജ് വേണ്ടി വരും, എത്രമാത്രം വലിപ്പമുണ്ടാകും ആ ഗ്രന്ഥം, ആ കിതാബ്, ഇതാർക്കാണ് ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയുക എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും. സംശയിക്കേണ്ട, കാലം മാറിയിരിക്കുന്നു. വളരെ നിസ്സാരമായ ചിപ്പിൽ, മുട്ടുസൂചിയുടെ മുനയുടെ അത്രമാത്രം വരുന്ന ഭാഗത്ത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ എത്രയോ ഭാഗം, മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചിത്രസഹിതം വീഡിയോ ആയിട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലഘട്ടമാണിന്ന്. നമ്മളത് കണ്ടെത്തിയിരിക്കുന്നു. ചിപ്പുകളിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. രേഖപ്പെടുത്തി വെക്കാൻ മനുഷ്യന് സാധ്യമായിരിക്കുന്നു. അതിൻ്റെതായ ചില ഉപകരണം വേണം, അത് റീഡ് ചെയ്യാൻ അതിൻ്റെതായ ഉപകരണം വേണം എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മുമ്പൊക്കെ അതൊക്കെ വലിയ ഗ്രാമഫോൺ റെക്കോർഡായിരുന്നു, അത് മാറി ഓലയുള്ള കാസറ്റായി മാറി, പിന്നെ അത് CD ആയി മാറി. അതെല്ലാം അതൊക്കെ കാലഹരണപ്പെട്ടു. ഇപ്പൊ പെൻഡ്രൈവ്, അതും പോയിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാരമായ ചിപ്പുകൾ, SD കാർഡുകൾ, അല്ലെ, ചിപ്പുകൾ, വളരെ ചെറിയ സൂക്ഷ്മമായ ചിപ്പ്, ഒരു ചെറിയ സ്ഥലം, വളരെ ചെറിയൊരു ഭാഗത്ത് എത്രയോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ് മനുഷ്യനുണ്ടാക്കിയ സംവിധാനം. എന്നിട്ടത് വീഡിയോ ആയിട്ട് കാണാൻ അതിൻ്റെ മെഷീനിൽ, അതിൻ്റെതായ യന്ത്രത്തിൽ അത് നിക്ഷേപിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ജന്മം കൊണ്ടത് മുതൽ, ഭൂമിയിലേക്ക് പിറന്നു വീണത് മുതൽ ആ മനുഷ്യൻ മരിക്കുന്നത് വരെ അവൻ ചെയ്തിട്ടുള്ള സർവ്വ കാര്യങ്ങളും, അത് ഇരുട്ടത്ത് ചെയ്താലും വെളിച്ചത്ത് ചെയ്താലും, എത്ര രഹസ്യമായി ചെയ്താലും, ഒരു വെളിച്ചവുമില്ലാത്ത കൂരിരുട്ടിൽ വെച്ച് ചെയ്താലും, എല്ലാം ചിത്രസഹിതം, ശബ്ദവും ചിത്രവും, ചലിക്കുന്ന ചിത്രവുമായിട്ട്, അതും ത്രിമാന ചിത്രവും ചതുർമാന ചിത്രവുമായിട്ട് രേഖപ്പെടുത്താനുള്ള ഏതാനും ഒന്നോ രണ്ടോ ചിപ്പുകളോ, ചില ചിപ്പ് ആ കുഞ്ഞ് ജനിക്കുന്ന അന്ന് കുഞ്ഞിന്റെ ശരീരത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു 100 കൊല്ലം ജീവിച്ച ശേഷം അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്ന് ആ ചിപ്പ് പുറത്തെടുത്ത് അതിന്റെ സ്വീകരണിയിൽ, അഥവാ അത് പ്രവർത്തിപ്പിക്കേണ്ടതായ യന്ത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ജനിച്ചു വീണ അന്ന് മുതൽ മരിച്ചത് വരെയുള്ള സമയത്ത് 100 വർഷമോ അതിലേറെ കാലമോ അവൻ ചെയ്ത സർവ്വ കാര്യങ്ങളും വാക്കായി, പ്രവൃത്തിയായി, ചിത്രമായി, ശബ്ദമായി, അവൻ ജീവിച്ചൊരു മനുഷ്യന്റെ മുമ്പിലെ ത്രിമാന ചിത്രത്തിന് തുല്യമായി നമ്മുടെ മുമ്പിൽ ലഭിക്കാൻ മാത്രമുള്ള സംവിധാനങ്ങൾ ഇന്ന് മനുഷ്യൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കണം, ഇത് മനുഷ്യൻ ചെയ്തതാണ്. പിന്നെ ഈ മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു അവന്റെ കർമ്മങ്ങൾ, മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്ത് അവിശ്വസനീയതയുള്ളത്? അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിന്റെ അജയ്യത എന്ന് പറഞ്ഞത് അതാ. ഇസ്ലാമിന്റെ ഒരൊറ്റ കാര്യവും, ഒരു വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാവട്ടെ, ഒരു കാര്യവും അത് അസംഭവ്യമാണ്, അത് നടക്കാത്തതാണ്, വെറും കെട്ടുകഥകളും ഊഹങ്ങളും മാത്രമാണ് പറയുന്നത് എന്ന് പറയാൻ കഴിയില്ല.
കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച്, ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച്, കണ്ടുപിടുത്തങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇസ്ലാമിൻ്റെ അജയ്യത, വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യത, തിരുസുന്നത്തിൻ്റെ അജയ്യത, അത് ഒന്നിനുമേൽ ഒന്നായി പ്രകാശം പരത്തി നിൽക്കുകയാണ് ചെയ്യുക. അത് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ആരുടെയും ഒരു പ്രവർത്തനങ്ങളും വിട്ടുപോവില്ല കേട്ടോ. അതുകൊണ്ടാണ് പടച്ചറബ് പറഞ്ഞത്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. തീർച്ചയായും പടച്ചറബ് നിങ്ങളെ സുസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റഖീബാണ് പടച്ചറബ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും ഇന്ന് നിരീക്ഷണത്തിലാണ്. അറിയോ നിങ്ങൾ, നമ്മൾ ഫോണിൻ്റെ ലൊക്കേഷൻ ഓണാക്കിയിട്ട് നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ശരി, നമ്മൾ എവിടെയാണുള്ളതെന്ന് കാണേണ്ടവന്, അറിയേണ്ടവന് അറിയാൻ പറ്റുന്ന വിധത്തിൽ നിരീക്ഷിക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരത്ഭുതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതാലോചിച്ച് നോക്ക്. ഞാൻ ഈയിടെ എന്ന് ഒരു അല്പം ദീർഘയാത്രയിലായിരുന്നു. ഒരു അനുഭവം പറയാം. അപ്പോൾ സാധാരണയിൽ നിന്ന് ഒരുപാട് വൈകി, വാഹനം ഒരുപാട് വൈകി, മണിക്കൂറുകളോളം വൈകി, അർദ്ധരാത്രിയിൽ. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിയാണ്, മകൾ വിളിക്കുന്നു, എവിടെ എത്തി. ഞാൻ പറഞ്ഞു, ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം. അപ്പോൾ ഓരോ സമയത്തും ഞാൻ എവിടെ എത്തുന്നു എന്നുള്ളത് നിനക്ക് അവിടെ നിന്ന് തിരിച്ചറിയാമല്ലോ എന്ന്. 8 മണിക്കൂറുള്ള ലൊക്കേഷൻ എന്താ, ലൈവ് ലൊക്കേഷനാ. അതൊക്കെ ഇപ്പം നമ്മളെല്ലാവരുടെ കയ്യിലുണ്ടെന്ന്. എല്ലാവരും കീശയിലിട്ട് നടക്കല്ല ഈ സാധനം. 8 മണിക്കൂർ വരെയുള്ള ലൈവ് ലൊക്കേഷനാണ് എൻ്റെ ഫോണിൽ കിട്ടുന്നത്. എൻ്റെ ചെറിയൊരു ഫോണാണ്. സൗകര്യമുള്ളതിലേക്കൊക്കെ ദിവസങ്ങളോളം ചിലപ്പോൾ കിട്ടിയേക്കാം. ഞാനത് ഓണാക്കി കൊടുത്തു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറി എത്തുന്നത് വളരെ വൈകിട്ട് 2 മണിക്ക് ശേഷം വീട്ടിലെത്തുന്ന അർദ്ധരാത്രിയിൽ. ഞാൻ വീട്ടിൻ്റെ ഗേറ്റിൽ എത്തുന്നതിൻ്റെ മുമ്പ്, എത്തുന്ന സമയത്തേക്ക് മകൾ വന്ന് ഗേറ്റ് തുറക്കുന്നു. വെറുതെ ഞാൻ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് ഞാനിവിടെ എത്തിയെന്ന് മനസ്സിലായി. അതിനല്ലേ വാപ്പിച്ച് എനിക്ക് തിട്ടുന്നത്. അത് നോക്കല്ലേ ഞാനിങ്ങനെ എവിടെ എത്തി എന്നുള്ളത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഗേറ്റിൻ്റെ മുമ്പിൽ എത്തിയെന്ന് കണ്ടപ്പോൾ ഞാൻ വന്ന് ഗേറ്റ് തുറന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 100 കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം സഞ്ചരിക്കുന്ന ഞാൻ എൻ്റെ വീട്ടിൽ ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഞാൻ എവിടെ എത്തി, എത്ര കിലോമീറ്റർ പിന്നിട്ടു, ഏത് സ്ഥലത്തെത്തി, ആ സ്ഥലത്തിൻ്റെ പേര്, ആ റോഡ് സഞ്ചരിക്കുന്ന വഴി, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നിരീക്ഷണം. ആലോചിച്ച് നോക്കി നിങ്ങൾ, നിരീക്ഷണം. 100 കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിരീക്ഷിക്കാനുള്ള സൗകര്യം എൻ്റെ ചെറിയ ഫോണിൽ ഞാനൊന്ന് ഞെക്കിക്കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇത് മനുഷ്യൻ കണ്ടെത്തിയതാണ്. ഞങ്ങൾ ആലോചിക്കണം, ഇത് മനുഷ്യൻ എന്ന് കണ്ടെത്തിയ സംവിധാനങ്ങളാ. എങ്കിൽ സൃഷ്ടാവായ, ലോകരക്ഷിതാവായ അള്ളാഹു, ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു, ലോകത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ആകാശത്തെ സൃഷ്ടിച്ച, മഴയെ സൃഷ്ടിച്ച, വായുവിനെ സൃഷ്ടിച്ച, വെള്ളത്തെ സൃഷ്ടിച്ച, സർവ്വതിനെയും സൃഷ്ടിച്ച പടച്ചറബ്, ആ പടച്ചറബ് എല്ലാ ജീവജാലങ്ങളെയും എല്ലാ മനുഷ്യരെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടി, ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാതെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇതിലെ അവിശ്വസനീയത? ഏത് ബുദ്ധിക്കാ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? നമ്മൾ ആലോചിക്കണം കേട്ടോ. നമ്മളുടെ ലൊക്കേഷൻ അല്ല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ആ ലൊക്കേഷനിൽ വന്ന് എവിടേക്കാണ് പോകുന്നത്, ചെയ്യുന്നത്, പറയുന്നത് അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും വിചാരിക്കേണ്ട, ഇരുട്ടല്ലേ, ഇരുട്ടിന്റെ മറവിലല്ലേ, ആരും കാണുന്നില്ല, ആരും കാണാത്ത സമയത്തല്ലേ ഞാൻ ചെയ്യുന്ന തിന്മ ആരും അറിയുന്നില്ല, അത് ഞാൻ മാത്രമല്ലേ എന്ന് വിചാരിക്കേണ്ട. എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതാണ് പടച്ചറബ്. ആ രേഖ, ആ നിരീക്ഷിച്ച് രേഖപ്പെടുത്തിയ രേഖ ഇതാ കയ്യിലങ്ങട്ട് തരും. വായിച്ചോ എന്ന് പറയും. ആ ഭയാനകമായ ദിവസത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ താഴ്മയോടെ, വളരെ വിനയത്തോടെ, വളരെ ഗൗരവത്തോടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. വളരെ ഗൗരവത്തിൻ്റെ ദിവസങ്ങളാണ് വരാനുള്ളത്. ഇനി തുടർന്നുള്ള ആയത്തുകളിലും ഈ ഗ്രന്ഥം കിട്ടുന്നവരുടെ അവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ പഠിക്കുക, ഉൾക്കൊള്ളുക, വിശ്വാസം സുദൃഢമാക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളും വിശ്വാസ കാര്യങ്ങളും അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ബാധ്യതപ്പെട്ടവരാകുന്നു. സംശയത്തിന് അവകാശമില്ല ഇന്നത്തെ കാലത്ത്. ഉണ്ടാവോ? രേഖപ്പെടുത്തേ, മലക്കുകളോ എഴുതി വെക്കേ, ഉണ്ടാവോ? സാധ്യത ഇല്ലാന്ന്. ചിലപ്പോൾ ഉണ്ടായാലോ, എന്നാലും ഉണ്ടാവില്ല എന്ന്. അതൊന്നും വേണ്ട. കാലമൊക്കെ കഴിഞ്ഞ് ഉണ്ട് എന്നത് വ്യക്തമായ കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നും എപ്പോഴും എല്ലാവരും ഉറക്കിലാവട്ടെ, ഉണർച്ചയിലാവട്ടെ, ഇരുട്ടിലാവട്ടെ, വെളിച്ചത്തിലാവട്ടെ, എല്ലാവരും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ്. ഇന്നാ കുന്നാ നസ്തൻസിഖ് കേട്ടോ. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെല്ലാം നാം പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു എന്ന പ്രഖ്യാപനം നാളെ പരലോകത്ത് ഖിയാമത്തിന്റെ നാളിൽ അള്ളാഹു പ്രഖ്യാപിക്കുമെന്ന് ഓർക്കുക. ആരും വിട്ടുപോകില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സൽക്കർമ്മകാരികളായി ജീവിക്കുക.
നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല വാക്ക് പ്രവർത്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. സമൂഹത്തോട്, ജനങ്ങളോട്, വ്യക്തികളോട്, ലോകത്തോട്, രാജ്യത്തോട്, ഭൂമിയോട്, മണ്ണിനോട്, വിണ്ണിനോട് എല്ലാറ്റിനോടും നന്മ പ്രവർത്തിക്കുക. തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അള്ളാഹു മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.